ഓരോ സ്ഥലത്തും നമുക്ക് എത്ര സമയം ചിലവഴിക്കാം, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്, അതുപോലെ എത്ര സമയമെടുക്കും, ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വിജയകരമായി ഈ യാത്ര പൂർത്തിയാക്കാം എന്നാണ് ഇതിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആന ഇറങ്ങുന്ന സ്ഥലം എന്നത് ഇതുപോലെ ബോർഡ് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതങ്ങനെ വെറുതെ എഴുതുന്നതല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് അത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ഇത്തരം ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്തതുപോലെയുള്ള ആനത്താര ഉണ്ടായിരിക്കും. അതുവഴിയാണ് ആന വരുന്നതും ഈ റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പാസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കാഴ്ചകൾ പൊതുവെ രാത്രിയായിരിക്കും കൂടുതൽ ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ബോർഡ് അവഗണിക്കരുത്. അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗൗരവം കൊടുക്കണം എന്ന് പറയാണ്. ശരി. ഈ ചുരം അവസാനിക്കുന്നത് നാടുകാണിയിലാണ്. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലേക്ക് എത്തുമ്പം ആദ്യത്തെ അങ്ങാടി നാടുകാണിയാണ്. വഴിക്കടവിൽ നിന്ന് നാടുകാണിയിലേക്കുള്ള ദൂരം 16 കിലോമീറ്ററാണ്. ഫാമിലി ആയിട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നൊരു പ്രശ്നമാണ് നമുക്കൊന്ന് ഫ്രഷ് ആവാൻ പറ്റിയ ഒരു ഇടം കിട്ടണം എന്നുള്ളത്. ഇപ്പോൾ നാടുകാണിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. നാടുകാണി എത്തുന്ന സമയത്ത് വലതുഭാഗത്ത് ഇങ്ങനെ ഒരു ബോർഡ് കാണാം, ജീൻ പൂൾ. ഇത് തമിഴ്നാട് വനം വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം നമുക്ക് വേണ്ടത്ര സമയം കിട്ടില്ല. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കും. ഇപ്പം നമ്മൾ നാടുകാണി അങ്ങാടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം നാടുകാണി അങ്ങാടി കഴിഞ്ഞു. ഇനി ഗൂഡല്ലൂരിലേക്ക് 13 കിലോമീറ്ററാണ് ദൂരം. ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളൊക്കെ ആയി വളരെ ഹൃദ്യമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുക. ഇപ്പം നമ്മൾ ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ പ്രധാന ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ ഊട്ടിയാണ്, ഇടത്തേക്കാണ് നമുക്ക് തിരിയേണ്ടത്. വീണ്ടും വലിയ ബോർഡ് കാണാൻ പറ്റും. ഇടത്തേക്ക് തിരിഞ്ഞാൽ വയനാടാണ് എത്തുക. നമുക്ക് തിരിയേണ്ടത് വലത്തേക്കാണ്, അതായത് മൈസൂർ റോഡിലേക്കാണ് നമുക്ക് തിരിയേണ്ടത്. ഇപ്പം നമ്മൾ തുരപ്പള്ളി എന്ന ഒരു ചെറിയ അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ നിന്ന് ചായ കുടിക്കാം. ഇവിടെ ബജ്ജി വളരെ ടേസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ മുതുമല വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ കവാടം നമുക്കവിടെ കാണാം. ഇനി അങ്ങോട്ട് റോഡിൻ്റെ 2 സൈഡും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാരാളം വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വണ്ടി നിർത്തരുത് എന്നാണ് നിയമം. ഇപ്പം നമ്മളിതാ തെപ്പക്കാട് എത്തിക്കഴിഞ്ഞു. ഈ സ്ഥലത്തിന് തെപ്പക്കാട് എന്നാണ് പറയുക. എന്നാൽ ഇത് മുതുമല ടൈഗർ റിസർവ് ആണ്. നമ്മുടെ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ് തെപ്പക്കാട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. വനം വകുപ്പ് കാട്ടിനുള്ളിലേക്ക് യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു ആന ക്യാമ്പ് ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ യാത്രയിൽ ഇവിടെ വൈകുന്നേരമാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. ഇപ്പം നമ്മൾ നേരെ ഗോപാൽസ്വാമി ബെട്ടയിലേക്ക് പോവുകയാണ്. ഇതാ വളരെ അപൂർവമായൊരു കാഴ്ചയാണ്. എന്തോ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് എൻ്റെ ക്യാമറയിൽ ഇത് ഒപ്പിയെടുക്കാൻ പറ്റിയത്. 100 കണക്കിന് മാനുകൾ റോഡ് മുറിച്ച് കിടക്കുന്നൊരു കാഴ്ചയാണിത്.
തെപ്പക്കാട് നിന്ന് ഗോപാൽസ്വാമി ബെട്ടയിലേക്ക് 34 കിലോമീറ്ററാണ് ദൂരം. ഇതാ തമിഴ്നാട് കർണാടക ബോർഡർ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കർണാടകയാണ്. ഇനി അങ്ങോട്ട് കാടിൻ്റെ സ്വഭാവം മാറി വരും. ഇതുവരെ നമ്മൾ തഴച്ച കാടുകളായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ച് വരണ്ട കാടായിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മൾ കർണാടകയിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായ ബന്ദിപ്പൂര് എത്തിക്കഴിഞ്ഞു. ഇവിടെയും നമ്മളെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഒരാൾക്ക് 600 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇതാ നമ്മുടെ ഗോപാൽസ്വാമി ബെട്ടയിലേക്ക് തിരിയാനുള്ള ഇടം എത്തിക്കഴിഞ്ഞു. ഇത് നേരെ പോയാൽ ഗുണ്ടൽപേട്ടിനാണ് എത്തുക. നമുക്കിപ്പോൾ തിരിയേണ്ടത് ഇടത്തേക്കാണ്. നാടുകാണി വരെയൊക്കെ സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗമാണ്. അപ്പോൾ അവിടെ നല്ല മഴ ലഭിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഇതിൻ്റെ കിഴക്കേ മറിയാണ്. ഇതൊക്കെ മഴ നിഴൽ പ്രദേശം എന്നാണ് പറയുക. വല്ലപ്പോഴും ഒക്കെ മഴ ലഭിക്കുകയുള്ളൂ. എന്നാലും കൃഷിയുടെ കാര്യത്തിൽ ഇവർ മുൻപന്തിയിലാണ്. ഇതിൻ്റെ 2 സൈഡിൽ നമുക്കിനി ധാരാളം കൃഷി കാണാൻ പറ്റും. അപ്പം ഇവിടം വരെ മാത്രമേ നമ്മുടെ വാഹനം വരാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കർണാടക സർക്കാരിൻ്റെ ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വാഹനം നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ബസ്സിന് ഇവിടെയാണ് കാത്തു നിൽക്കേണ്ടത്. ഒരു ബസ് നിറഞ്ഞു കഴിയുമ്പോഴേക്കും അടുത്ത ബസ് എത്തും. ഇത് കർണാടക സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല സംവിധാനമാണ്. അപ്പം നമ്മൾ വരുന്ന ഓരോ കാറും അങ്ങോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക? അവിടെ ഭയങ്കര പൊല്യൂഷൻ പ്രശ്നം ഉണ്ടായിരിക്കും. അതുപോലെ ഭയങ്കര ട്രാഫിക് പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയൊരു നല്ല സംവിധാനമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. മലകയറ്റം തുടങ്ങിക്കഴിഞ്ഞു. ഇനി 2 സൈഡിലും നല്ല കാഴ്ചയായിരിക്കും. 2800 അടി ഉയരത്തിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഗോപാൽസ്വാമി ബെട്ട എന്ന ഈ സ്ഥലം ചാമരാജ് ജില്ലയിലാണ്. ഇനി ബെട്ട എന്ന വാക്കിന് കന്നഡയിൽ അർത്ഥം കുന്ന് എന്നാണ്. അപ്പോൾ ഗോപാൽസ്വാമി ബെട്ട എന്ന് പറഞ്ഞാൽ ഗോപാൽസ്വാമി കുന്ന് എന്നാണ് അർത്ഥം. ഗോപാൽസ്വാമി നമുക്കറിയാം ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ്റെ അമ്പലമുള്ള കുന്ന് എന്നാണ് ഈ വാക്കിനർത്ഥം. കാലാവസ്ഥ, കൃഷി, ഭൂപ്രകൃതി എല്ലാം കൂടി പരിഗണിച്ചാൽ വല്ലാത്തൊരു അനുഭവമായിരിക്കും ഇവിടേക്കുള്ള യാത്ര. ഇതാ നമ്മൾ ആ കുന്ന് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എത്ര അടി ഉയരത്തിലാണെന്നറിയോ? സമുദ്രനിരപ്പിൽ നിന്ന് 2800 അടി ഉയരത്തിലാണ് ഈ ഭാഗം. അതുകൊണ്ട് തന്നെ ഇവിടെ 360 ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാലാവസ്ഥയാണെങ്കിൽ നല്ല തണുത്ത കാലാവസ്ഥയാണ്. എപ്പോഴും നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കും. ചുറ്റിലും നല്ല വളരെ മനോഹരമായ കാഴ്ചയാണ്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4 മണി വരെ ആണ് ഇവിടുത്തെ പ്രവേശന സമയം.
അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അതിൻ്റെ നേരത്തെയും വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു 1 ഡേ യാത്രയാണ്. അപ്പോൾ ആ 1 ഡേ കൊണ്ട് ഒതുങ്ങുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം സമയം 2 മണിയാണ്. ഇപ്പം നമ്മൾ മടങ്ങുകയാണ്. ഇനി മടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ തെപ്പക്കാട് എത്താം. അവിടെ രാവിലെ നമ്മൾ പറഞ്ഞ 2 കാഴ്ചകൾ, അപ്പോൾ അത് കാണാം. ഇപ്പം നമ്മൾ മടങ്ങി മുതുമല വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ഇവിടെ കാണാനുള്ളത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, വനം വകുപ്പ് നമ്മളെ കാട്ടിലേക്ക് കൊണ്ടുപോകും. അത് ഒരു ഏകദേശം 1 മണിക്കൂർ യാത്രയാണ്. ഇപ്പോൾ ഈ കാണുന്ന വണ്ടിയെല്ലാം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള വണ്ടികളാണ്. 300 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ക്യാമറകൾക്കും മറ്റും വേറെ ചാർജ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ പാർക്കും ഇവിടെ ഉണ്ട്. ഇവിടെയും നമുക്ക് ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ നേരം ചിലവഴിച്ച് ഇവിടുന്ന് ഫ്രഷ് ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. വനം വകുപ്പ് ഒരുക്കിയിട്ടുള്ള മുറികൾ നേരത്തെ വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ രാത്രി നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഓൺലൈനിൽ നേരത്തെ നമ്മൾ റൂം ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ജീപ്പുകാർ വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയും കാട്ടിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയും. പക്ഷേ അതിന് ഒരിക്കലും നിൽക്കരുത്, അത് നമുക്ക് നഷ്ടമാണ്. നമുക്ക് നല്ലത് ഇത്തരം വണ്ടികൾ തന്നെയാണ്, സർക്കാർ വണ്ടി തന്നെയാണ്. കാരണം ഈ ജീപ്പുകൾക്കൊന്നും കാട്ടിൽ കയറാൻ അധികാരമല്ല. അപ്പോൾ അവർ റോഡിൽ കൂടി കുറേ കൊണ്ടുപോകും, വെറുതെ ചില കാഴ്ചകൾ കാണിക്കും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ വേഷത്തിലൊക്കെ ആയിരിക്കും പലപ്പോഴും അവർ വരുന്നത്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരു നല്ല ആന ക്യാമ്പുണ്ട്. അപ്പോൾ അതിൽ കുറേ ആനകളുണ്ട്. അപ്പോൾ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ച നല്ല രസകരമായൊരു കാഴ്ചയാണ്. ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ വരണം, അപ്പോൾ അത് കാണണം. അപ്പോൾ ഇനി അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എല്ലാ ദിവസവും 5:30 മണി മുതൽ 6 മണി വരെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റും. ഒരു 10-20 ആനകളുണ്ടാവും. അപ്പം നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 5:30 മണിക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. നല്ലൊരു രസകരമായ ഒരു ക്യാമ്പാണിത്, നല്ല പച്ചപ്പായിട്ടുള്ള ഒരു ക്യാമ്പാണിത്. ആനയുടെ ശബ്ദം നമുക്കിന്ന് കേൾക്കാം. പിന്നെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം ആയിട്ട് കാണുന്നത്, ഇവിടെ ക്യാമ്പിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുക ടിക്കറ്റ് അപ്പുറത്തെ ഓഫീസിൽ നിന്നാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ വരുമ്പോൾ തന്നെ തപ്പക്കാട് എന്ന് എഴുതിയിട്ടുള്ള ആ ബോർഡ് കാണുന്ന അവിടെയാണ് നമ്മളെ ഫോറസ്റ്റ് ഓഫീസുള്ളത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വന്നിട്ട് വീണ്ടും അവിടെ പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വരുമ്പോൾ തന്നെ ആ ഓഫീസിനടുത്ത് നിർത്തി ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ്. ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രസകരമായ കാഴ്ച കാണാം. ഇപ്പോൾ തുടങ്ങുകയാണ്, ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ തുടങ്ങുകയാണ്. വൈകുന്നേരം 5:30 മുതൽ 6 മണി വരെയാണ് ഈ പ്രദർശനം ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാട്ടിൽ പോകുന്ന ആ ട്രിപ്പ് നടത്തിയിരിക്കണം. ആനകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണം ആണ് ഈ കാണുന്നത്. അപ്പം അത് തയ്യാറാക്കുന്ന ജീവനക്കാരെയും നമുക്ക് കാണാം. മുതിര പിന്നെ മുത്തരി, റാഗി, ചോറ്, ചലാനി 8 കിലോ 9 കിലോ ഇങ്ങനെ രാവിലെ 9 മണിക്കാണ്, 8 to 9 വൈകുന്നേരം 5 to 6 ഇങ്ങനെ കൊടുത്തിട്ട് മറ്റേ കാട്ടിൽ വിട്ടാക്കും, അവിടെ മേച്ച് വിളിച്ചിട്ട് കൊടുക്കും. Bah,
ഈ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്താ രസം എന്ന് പറഞ്ഞാൽ മാന്, മയിൽ, പന്നി, കുരങ്ങൻ ഇവരൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പം ഏകദേശം 6 മണി ആയിട്ടുണ്ട് സമയം. ഇനി നമ്മൾ മടങ്ങുകയാണ്. പോകുന്ന വഴിയിൽ ഇതുപോലെയൊക്കെ മൃഗങ്ങളൊക്കെ കാണാം. മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ പേപ്പറുകളൊക്കെ റെഡിയായിരിക്കണം. ഇതുപോലെ ചെക്കിംഗ് പല സ്ഥലത്തും ഉണ്ടാകുമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്.